സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ സ്വാഗതവും ഒപ്പം സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് നോമ്പുകാല ചിന്തകളിൽ 6-ാമത്തെ മൊഴി പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. അതിനായി ഒരു വചനം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 19 വാക്യം 30. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിൽ പ്രിയരെ, ഇവിടെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:30 നാം വായിച്ചു കേട്ടത്, ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു മൊഴിഞ്ഞ 7 മൊഴികളിൽ 6-ാമത്തേതാണ്. ഈ 6-ാമത്തെ മൊഴി യേശു തൻ്റെ ദൗത്യ നിർവഹണം പൂർത്തിയാക്കി എന്നുള്ളതാണ്. നിവർത്തിയായി എന്നുള്ള പദം അതാണ് സൂചിപ്പിക്കുന്നത്. പൂർത്തിയാക്കുക. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അതുപോലെ നിറവേറുക. ഇങ്ങനെ ഈ വചനത്തിൻ്റെ, ഈ വാക്യത്തിൻ്റെ വ്യത്യസ്ത അർത്ഥതലങ്ങൾ പലതാണ്. പ്രധാനമായിട്ടുള്ള ഒരു അർത്ഥതലം പൂർത്തിയായി എന്നുള്ളതാണ്. എന്താണ് പൂർത്തിയായത്? മാനവരക്ഷയുടെ ദൗത്യ നിർവഹണം പൂർത്തിയായി. മാനവരക്ഷ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. അതിനായിട്ടാണ് പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ആ യേശു തൻ്റെ ദൗത്യം പൂർണ്ണമായും നിവർത്തിച്ചുകൊണ്ട് സംതൃപ്തനായി ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, നിവർത്തിയായി. പിതാവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റിയിരിക്കുന്നു എന്നുള്ള ആത്മസംതൃപ്തിയാണ് ക്രൂശിൽ 6-ാമത്തെ മൊഴിയായി യേശു മൊഴിഞ്ഞത്. ആരംഭത്തേക്കാൾ നല്ലത് അവസാനം എന്ന് സഭാപ്രസംഗി പറഞ്ഞിട്ടുണ്ട്. നാം ഒരു കാര്യം പലപ്പോഴും ആരംഭിക്കുന്നത് വളരെ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ഒക്കെയാണ്. എന്നാൽ പലപ്പോഴും നാം ആരംഭിച്ച പല നല്ല കാര്യങ്ങളും നിവർത്തിയാക്കുവാൻ അഥവാ പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ട്. ഇവിടെയാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ നല്ലത് അവസാനമെന്നുള്ള വചനത്തിൻ്റെ പ്രസക്തി ഉയരുന്നത്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം നമുക്കറിയാം. ആരംഭത്തിലെ അതേ ഉത്സാഹം അവസാനം വരെ കാത്തു സൂക്ഷിക്കുകയാണ് യേശു. പിതാവ് ഈ ഭൂമിയിൽ വസിച്ചിരുന്ന, അഥവാ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച സകലജാതി ജനങ്ങളുടെയും പാപ പരിഹാര ബലി അർപ്പിക്കുവാനാണ് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അത് നിവർത്തിയായിരിക്കുകയാണ്. ആ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ ചാരിതാർത്ഥ്യത്തോടെ യേശു 6-ാമത്തെ മൊഴി മൊഴിഞ്ഞു, നിവർത്തിയായി. അതെ, പഴയ നിയമത്ത് അഥവാ പഴയ നിയമകാലത്ത്
പുരോഹിതന്മാർ അർപ്പിച്ച പല തരത്തിലുള്ള യാഗങ്ങൾക്ക്, ബലികൾക്ക്, യജ്ഞങ്ങൾക്ക് മനുഷ്യൻ്റെ പാപ പരിഹാര ബലി സാധ്യമായി തീരാതിരുന്നപ്പോൾ ഇതാ യേശു തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചുകൊണ്ട് സംതൃപ്തിയോടെ പറയുന്നു, നിവർത്തിയായി എന്ന്. അതെ, യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി സകലവും നിവർത്തിച്ചിരിക്കുകയാണ്. യേശു പൂർത്തീകരിച്ച ആ രക്ഷയുടെ ഭാഗമാവുകയാണ് ഇനി നമ്മുടെ കർത്തവ്യം. ആമേൻ, ആമേൻ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ, ആ സ്നേഹ